Welcome students. Standard 8, Chapter 7, Economic Thought. Have you ever noticed the nature of human wants? നമ്മുടെ മനുഷ്യരുടെ ആവശ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആവശ്യങ്ങൾ ഓരോന്ന് പൂർത്തീകരിക്കുമ്പോഴും അടുത്ത ആവശ്യം അവന് കടന്നു വരും. As soon as one gets satisfied, another crops up. We have seen in earlier classes that production is a process of creating goods and services for satisfying these wants. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഉൽപ്പാദനം എന്ന് ചെറിയ ക്ലാസ്സിൽ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളുടെയും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയ, ആ പ്രോസസ്സിനാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് നോക്കുക. അതിൽ എന്തൊക്കെയാണ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിത്രം, റെഗുലേറ്റിംഗ് ട്രാഫിക്, പിന്നെ ഒരു ഇൻഡസ്ട്രിയുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്, ഒരു ഹോസ്പിറ്റൽ ചിത്രം കാണിച്ചിരിക്കുന്നു നോക്കുക. അഗ്രികൾച്ചറൽ ആൻഡ് ഫാക്ടറി വർക്ക് കം അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ഇവിടെ കൃഷി, ഫാക്ടറി എന്നീ കാര്യങ്ങൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് വരുന്നത്. പിന്നെ ഇവിടെ ട്രാഫിക് പോലീസും ഡോക്ടർ എന്നിവരുടെയും സേവനങ്ങളാണ്. ഇവയെല്ലാം ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. Whereas the traffic police and the doctor provides services. We have discussed the factors of production like land, labor, capital and entrepreneurship and the rewards in the lower classes. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നീ ഘടകങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. അവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലവും. ലാൻഡിൻ്റെ റെൻറ്റ്, ലേബറിൻ്റെ വേജസ്, ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ്, ഓൺടർപ്രണർഷിപ്പിൻ്റെ പ്രോഫിറ്റ് ആണെന്ന് റെമ്യൂണറേഷൻ നമുക്ക് അറിയാം. The reward for the factors of production are distributed according to their respective share. Thus, distribution is significant in an economy. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇക്കോണമിയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഉൽപ്പാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ചാണ് പ്രതിഫലം വിതരണം ചെയ്യപ്പെടുന്നത്. നീതിപൂർവമായ വിതരണം സാമ്പത്തിക വികസനത്തെ ത്വരിതപ്പെടുത്തും. ഫെയർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ. ഫെയർ ഡിസ്ട്രിബ്യൂഷൻ സ്പീഡ്സ് അപ്പ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. Man satisfies his wants through the consumption of goods and services. മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് സാധനങ്ങളിലും സേവനങ്ങളും ഉപഭോഗം ചെയ്തിട്ടാണ്, കൺസംഷൻ ചെയ്യുന്നതിലൂടെയാണ്. The reward received by participating in the production process is spent on consumption. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സ്, ഉൽപ്പാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന പൈസ നമ്മൾ കൺസ്യൂം ചെയ്താണ്, സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. Therefore, there is correlation between, അതുകൊണ്ട് തന്നെ ഉൽപ്പാദനവും പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇവ മൂന്നും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം പ്രൊഡക്ഷൻ ചെയ്താൽ മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ വീണ്ടും കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മൂന്നും കാര്യവും ഇങ്ങനെ ഒരു സൈക്ലിക്കൽ പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കും. Now we want to study what is economics. എന്താണ് സാമ്പത്തിക ശാസ്ത്രം? Economics is a branch of science that studies economic activities relating to production, distribution and consumption. അതായത് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠനവിധേയമാക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രമെന്ന് പറയുന്നത്. രാജ്യത്തെ സാമ്പത്തിക തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നത് സഹായകരമാണ്. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമുക്കിനി പഠിക്കാനുള്ളത്. വാട്ട് ആർ ദി ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ആൻ ഇക്കോണമി? അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, അതാണ് സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ. ആർക്ക് വേണ്ടി, എങ്ങനെ, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എന്ത് ഉൽപ്പാദിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഉദാഹരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. വരുൺ എന്ന കുട്ടിയുടെ സ്കൂളിൽ എ മീറ്റിംഗ് നടക്കുന്നു. എ മീറ്റിംഗ് വാസ് ഹെൽഡ് ഇൻ വരുൺ സ്കൂൾ ടു ഡിസൈഡ് ഹൗ ടു യൂട്ടിലൈസ് 1 acre ലാൻഡ് അവൈലബിൾ ഇൻ ദ ക്യാമ്പസ്. ആ സ്കൂളിലെ പരിസരത്തുള്ള 1 ഏക്കർ ഭൂമി എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നൊരു ചർച്ച. മെനി സജഷൻസ് എമേർജ്, ഒരുപാട് ചർച്ചകൾ വന്നു, ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു. ബട്ട് ദ ഐഡിയ ഓഫ് യൂട്ടിലൈസിങ് ദ ലാൻഡ് ഫോർ ഫാമിംഗ് റിസീവ്ഡ് ദി മാക്സിമം സപ്പോർട്ട്. അപ്പം കൃഷി ഇറക്കാം എന്നുള്ള കാര്യത്തിനാണ് കൂടുതൽ സപ്പോർട്ട് ലഭിച്ചത്. ദോ റൈസ് ആൻഡ് പ്ലാന്റെയിൻ കൾട്ടിവേഷൻ ഡിസ്കസ്ഡ്, ഫൈനലി ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ഗ്രോ വെജിറ്റബിൾസ്. അങ്ങനെ ഒരുപാട് ചർച്ചകൾക്ക് ഒടുവിൽ അത് പച്ചക്കറി കൃഷി ചെയ്യാമെന്ന് തീരുമാനിച്ചു. Varun and his friends were overjoyed by the idea of growing vegetables as it gave them an opportunity to give
പെസ്റ്റിസൈഡ് ഫ്രീ ആൻഡ് ചീപ്പ് വെജിറ്റബിൾസ് ടു ദി വില്ലേജസ്. അതായത് പച്ചക്കറിയുടെ വില വർദ്ധിച്ചിരിക്കുന്ന അവസരത്തിലും പച്ചക്കറി വളരെ പെസ്റ്റിസൈഡ്സ് കീടനാശിനി തളിക്കാതെയുള്ള പച്ചക്കറി ഗ്രാമവാസികൾക്ക് കൊടുക്കാം എന്നുള്ള സന്തോഷത്തിലായി വരുണും കൂട്ടുകാരും. Varun was entrusted with the responsibility of making a detailed plan about the area of the land that should be brought under cultivation, the types of vegetables to be cultivated, the method of cultivation and care to be given, the beneficiaries, etc. അങ്ങനെ എത്ര സ്ഥലത്ത് പച്ചക്കറി നടണം, എന്തെല്ലാം പച്ചക്കറികൾ കൃഷി ചെയ്യണം, ഏത് രീതിയിലുള്ള കൃഷിയാണ് നടത്തേണ്ടത്, എങ്ങനെയാണ് അവ പരിപാലിക്കേണ്ടത്, ആർക്കെല്ലാം അത് പ്രയോജനപ്പെടുത്തും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള വിശദമായ പദ്ധതി തയ്യാറാക്കാനുള്ള ചുമതല വരുൺ ഏറ്റെടുത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ വീട്ടിലും വിദ്യാലയത്തിലൊക്കെ നടക്കാറുണ്ടല്ലേ സാധാരണയായിട്ട്. നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അതൊരു കഥ രൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അതായത് സമൂഹം ഏതൊരു സാമ്പത്തിക പ്രവർത്തനം നടത്തുമ്പോഴും സ്വാഭാവികമായി ഉയരേണ്ട 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. അതായത് എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിൽ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഹൗ ടു പ്രൊഡ്യൂസ്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. നെക്സ്റ്റ് വൺ, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, നമ്മൾ ആർക്ക് വേണ്ടിയായിരിക്കണം ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ പ്രസക്തി നിശ്ചയിക്കുന്നത്. The answer to these questions decide the relevance of the economic activities. ഇനി എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിൽ. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. സിൻസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു യൂസ് ദി അവൈലബിൾ വൺസ് ആൻഡ് ടു ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ് ഫോർ ദി വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. അതായത് വിഭവങ്ങൾ വളരെ പരിമിതമാണ്, കുറവാണ്. അതുകൊണ്ട് നമുക്ക് ലഭ്യമായ വിഭവങ്ങൾ, റിസോഴ്സ് ഉപയോഗിച്ച് സമൂഹത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ പച്ചക്കറി കൃഷിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അത് മുൻഗണന അടിസ്ഥാനത്തിൽ അതെടുത്തിട്ട് എന്ത് കൃഷി ചെയ്യണം, എവിടെ ചെയ്യണം എന്നൊക്കെ അവർ തീരുമാനത്തിലെത്തി. എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് എത്രമാത്രം അളവിൽ വേണം എന്നതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. സിമിലർലി, like that itself, when we have to decide about industrial products, the type of the industry, the number of the units required, etc. need consideration while പ്ലാനിങ്. അതുപോലെ തന്നെ പുതിയ വ്യവസായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ എന്തെല്ലാം വ്യവസായങ്ങളാണ് തുടങ്ങേണ്ടത്, എത്ര യൂണിറ്റുകൾ ആരംഭിക്കണം എന്നതും ആസൂത്രണം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. Food, clothing, shelter, hospitals, etc. should be made available according to the wants of the സൊസൈറ്റി. അതായത് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ആശുപത്രി, സ്കൂൾ എന്നിവ ഉണ്ടാകേണ്ടത് സമൂഹത്തിലെ അവരുടെ ജനങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചാണ്. സമൂഹത്തിൻ്റെ ആവശ്യവും ഉൽപ്പന്നത്തിൻ്റെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ എപ്പോഴും പാലിക്കപ്പെടേണ്ടതാണ്. There should be a balance between the wants of the society and the quantity of the product. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ ടു പ്രൊഡ്യൂസ്. ഇനി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്രമാത്രം എന്നത് തീരുമാനിക്കപ്പെട്ടാൽ അത് എങ്ങനെ എന്നതാണ് രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം. ഇത് ഉൽപ്പാദന രീതിയെ സൂചിപ്പിക്കുന്നതാണ്. Following the decision regarding what to produce and how much to produce, the question now is how to produce. This denotes the method of production. How to produce is decided on the basis of availability of the resources and technology. സമൂഹത്തിൽ ലഭ്യമായ വിഭവങ്ങൾ, അതായത് റിസോഴ്സസ്, സാങ്കേതിക വിദ്യ, ടെക്നോളജിയും അടിസ്ഥാനപ്പെടുത്തിയാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്ന തീരുമാനത്തിൽ എത്തേണ്ടത്. For example, the services of the labor or machines can be utilized for agricultural activities like preparing land for cultivation, sowing, weeding, manuring, harvesting and threshing. നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിലമൊരുക്കൽ, വിത്ത് വിതയ്ക്കൽ, കളപറിക്കൽ, വളമിടൽ, കൊയ്ത്ത്, മെതിക്കൽ തുടങ്ങിയ കാർഷിക പ്രവർത്തനങ്ങൾ തൊഴിലാളികളെ ഉപയോഗിച്ചോ ആധുനിക കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ചോ നമുക്ക് നടത്താവുന്നതാണ്. The selection of a particular method is decided on the basis of available resource in an area. അപ്പോൾ നമുക്ക് ഏത്
ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നത് ആ പ്രദേശത്ത് നമുക്ക് ലഭ്യമാകുന്ന വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉൽപ്പാദനത്തിൻ്റെ രീതിയിൽ വ്യത്യസ്തതയും ഉണ്ടാവാറുണ്ട്. മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ വേരീസ് വിത്ത് ദി അവൈലബിലിറ്റി ഓഫ് ദി റിസോഴ്സസ് ഓൾസോ. ദി നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പ്രൊഡക്ഷൻ ഈസ് അണ്ടർടേക്കൺ ടു സാറ്റിസ്ഫൈ ദി വാണ്ട്സ് ഓഫ് ദി സൊസൈറ്റി. ഉൽപ്പാദനം നടത്തുന്നത് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് ഒരു പരിമിതിയും ഇല്ല. ആസ് സൂൺ ആസ് വൺ ഗെറ്റ് സാറ്റിസ്ഫൈഡ് അനദർ ക്രോപ്സ് അപ്പ്. ഒരു ആവശ്യം കഴിയുമ്പോൾ മറ്റൊരു ആവശ്യം ഉടലെടുക്കും. ഹൗവർ വി മേ നോട്ട് ഹാവ് ദി നെസസറി റിസോഴ്സ് ടു സാറ്റിസ്ഫൈ ഓൾ അവർ വാണ്ട്സ്. ദെയർഫോർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രയോറിറ്റൈസ് അവർ വാണ്ട്സ്. അപ്പം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഒരെണ്ണം കഴിഞ്ഞ് അടുത്തെങ്കിലും വന്നുകൊണ്ടിരിക്കും. എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാനുള്ള വിഭവങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നും ഇല്ല. അതുകൊണ്ട് ആവശ്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കേണ്ടത് ഒരു അനിവാര്യ ഘടകമാണ്. പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മുടെ നീഡ്സ് എന്താണെന്ന് പ്രയോറിറ്റൈസ് ചെയ്യണം. We must plan production activities in such a way that it benefits the maximum number of individuals in the society. അതായത് സമൂഹത്തിൽ പരമാവധി പേർക്ക് ഗുണം ലഭിക്കുന്ന തരത്തിലുള്ള ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഉൽപ്പാദനത്തിൽ നിന്നുള്ള വരുമാനം എങ്ങനെ വിതരണം ചെയ്യപ്പെടും എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഹൗ ദി ഇൻകം ജനറേറ്റഡ് ഈസ് distributed. The total income generated is distributed as interest on capital, profit on entrepreneurship, wages on the labor and rent of the land. ഇത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിൻ്റെ റെമ്യൂണറേഷനുമാണ് പറയുന്നത്. മുതൽ മുടക്കിൻ്റെ പലിശ, സംഘാടകൻ്റെ ലാഭം, തൊഴിലാളികളുടെ വേതനം, ഭൂമിയുടെ വാടക എന്നിവയ്ക്കായി വരുമാനം വിതരണം ചെയ്യപ്പെടുന്നു. ഇത്രയും പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇക്കണോമിക് തിങ്കിങ് ആണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു ഫോർ ലിസണിങ്.